വഖഫ് ഭേദഗതി ബില്ലിനെതിരെ ടി.വി.കെ അധ്യക്ഷൻ വിജയ് സുപ്രീം കോടതിയിൽ ഹർജി നൽകി. തമിഴ്നാട് സർക്കാരും DMKയും നേരത്തെ കോടതിയെ സമീപിച്ചിരുന്നു. മുസ്ലിം സമുദായത്തോടുള്ള വിവേചനപരമാണെന്നും അവരുടെ മൗലികാവകാശങ്ങൾ ലംഘിക്കുന്നതാണെന്നും വാദിച്ചുകൊണ്ട് ഈ നിയമത്തെ ചോദ്യം ചെയ്ത് നിരവധി ഹർജികൾ സുപ്രീം കോടതിയിൽ ലഭിച്ചു. ഏപ്രിൽ 4 രാജ്യസഭ വഖഫ് ബില്ല് 2025 പാസാക്കി. അനുകൂലമായി 128 വോട്ടുകളും എതിർത്ത് 95 വോട്ടുകൾ ലഭിച്ചു. നീണ്ട ചർച്ചകൾക്ക് ശേഷം ലോക്സഭ നേരത്തെ ബില്ല് പാസാക്കി. 288 അംഗങ്ങൾ അനുകൂലിച്ചും 232 അംഗങ്ങൾ എതിർത്തും വോട്ട് ചെയ്തു. ഏപ്രിൽ 5 പ്രസിഡന്റ് ദ്രൗപദി മുർമു ബില്ലിന് അംഗീകാരവും നൽകി. പിന്നീടത് നിയമമാക്കി. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ കോടതിയെ സമീപിച്ചവരിൽ MP അസദുദ്ദീൻ ഉവൈസി, കോൺഗ്രസ് MPമാരായ മുഹമ്മദ് ജാവേദ്, ഇമ്രാൻ പ്രതാപ് കർഹി, AP MLA അമാനത്തുള്ള ഖാൻ, ആസാദ് സമാജ് പാർട്ടി തലവനും MPയുമായ ചന്ദ്രശേഖർ ആസാദ് എന്നിവരും ഉൾപ്പെടുന്നു.